ഹായ് ഗൈസ്. അവിടെ ഇവിടെ ഇവിടെ അവിടെ വഴി അറിയില്ല, എങ്ങനെയാ പോകേണ്ടതെന്ന് അറിയോ? ഹലോ, സോ വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഞാൻ കരുതി നിങ്ങളെയും കൂടെ എൻ്റെ കൂടെ കൂട്ടാം, ഒരു വ്ളോഗ് പോലെ ഷൂട്ട് ചെയ്യാമെന്ന്. അപ്പം ഞാൻ ഇതുവരെ വ്ളോഗ്സ് ഒന്നും ചെയ്തിട്ടില്ല, ഇതെങ്ങനെ വരും എന്ന് എനിക്കറിയില്ല. പക്ഷേ എല്ലാത്തിലും ഒരു ഫസ്റ്റ് ടൈം ഉണ്ടല്ലോ, ഞാൻ ആ ഫസ്റ്റ് ടൈമാണിന്ന്. അപ്പം ഞാൻ അവരെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ പോകാൻ പോകുന്നത് ജസ്റ്റ് ലോഫിലാണ്. അപ്പം ഒരു 6:30 ആകുമ്പോഴത്തേക്ക് ഞാൻ അവിടെ എത്തുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം സമയം 6 മണിയായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഞങ്ങളുടെ ഇനീഷ്യൽ പ്ലാൻ നമ്മുടെ ബീച്ചിലുള്ള ജസ്റ്റ് ലോഫിൽ പോകാനായിരുന്നു. അവിടെ പോയിട്ട് അവിടുത്തെ മാംഗോ സ്റ്റിക്കി റൈസ് ട്രൈ ചെയ്യാൻ. പക്ഷേ ഇവർ ലാസ്റ്റ് മൊമെൻറ്റ് പ്ലാൻ മാറ്റി ലേഡി ലോഫിലാക്കിയ കാര്യം ഞാൻ ഗ്രൂപ്പ് ചെക്ക് ചെയ്യാത്തതുകൊണ്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അത്യാവശ്യം കറങ്ങി ഫൈനലി ഇവിടെ എത്താൻ വേണ്ടിയിട്ട് അത്യാവശ്യം കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ പോയി അതിന് ശേഷം ഇങ്ങോട്ടേക്ക് വരിക ചെയ്തത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ കാണാനാണ് വന്നിട്ടുള്ളത്. അവർക്ക് മനസ്സിലായി ഞാൻ വീഡിയോ എടുക്കുന്നത്. അതാ ചിരിക്കണേ. ഹായ് ഗൈസ്. അപ്പം ഞാൻ ആക്ച്വലി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ജസ്റ്റ് ലോഫിലാണ് പോകുന്നതെന്നായിരുന്നു. പക്ഷേ പ്ലാൻ മാറ്റിയത് ഞാൻ അറിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ ഓൾ ദ വേ ഐ വെൻറ്റ് ടു ജസ്റ്റ് ലോഫ്. അവിടെ ഇപ്പോൾ ഞാൻ കറങ്ങിയാണ് ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ആക്ച്വലി മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. അപ്പം കാലിക്കറ്റിലിപ്പം ബെസ്റ്റ് മാംഗോ സ്റ്റിക്കി റൈസ് കിട്ടുന്നൊരു സ്ഥലം നമുക്കറിയില്ല. ആർക്കെങ്കിലും അറിയില്ല പ്ലീസ് കമൻറ്റ്. അപ്പം ഇനി നമ്മൾ മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയായിരുന്നു. അപ്പം ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെയാണ് ഞങ്ങളിപ്പം എത്തി നിൽക്കുന്നത് ഇവിടെ ലേഡി ലോഫിലിൽ. പക്ഷെ ഇവിടെയും മാംഗോ സ്റ്റിക്കി റൈസ് ഇല്ല. അയ്യോ, പക്ഷേ ഗൈസ് ഇവിടെയും മാംഗോ സ്റ്റിക്കി റൈസ് ഇല്ല. സോ നമ്മൾ മാംഗോ സ്റ്റിക്കി റൈസും കിട്ടിയില്ല, ഇത്രയും ദൂരം വരും ചെയ്തു. അതെ, ഞാൻ കുറച്ചധികം ദൂരം വരും ചെയ്തു. എനിവേസ് നമ്മളിപ്പോൾ ഇവിടെ ഓർഡർ ചെയ്ത് എന്തായാലും നിങ്ങളെ കാണിക്കാം. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കുമ്പം ഞാൻ വിചാരിച്ചു ഇവിടെ അവർ വെച്ചിട്ടുള്ള അവരുടെ കുറച്ച് ഡെസേർട്ട്സ് എല്ലാം നിങ്ങളെ കാണിക്കാമെന്ന്. സോ അവർക്ക് കുറച്ച് പൈസ്, പിന്നെ കുറച്ച് ക്രോയിസൻസ്, ചോക്ലേറ്റ് ടാർട്ട്സ്, ചീസ് കേക്ക്സ്, ബാംബുലിനി, അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അതല്ല ഇത് സ്ട്രോ റൈസിൻ്റെ ഐ എം സീരിയസ് റൈസിൻ്റെ സ്ട്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ഇറ്റ്? റൈസിനെ കൊണ്ട് ഉണ്ടാക്കിയതാണ്. സോ ഇറ്റ്സ് ലൈക്ക് ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് പ്ലാസ്റ്റിക്, റൈസിന്റെ സ്ട്രോ യൂസ് ചെയ്ത് സസ്റ്റൈനബിൾ. വാവ്, ദാറ്റ്സ് ഗുഡ്. ഇത് കടിച്ചാൽ പൊട്ടും. ഓർഡർ ചെയ്തിട്ടുള്ള ഒരു സാധനം വന്നിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഫസ്റ്റ് സാധനം വന്നിട്ടുണ്ട്. ഇതിൻ്റെ പേരെന്താ? ഡേറ്റ്സ് ആൻഡ് പീനട്ട് ഷേക്ക്. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഡേറ്റ്സ് ആൻഡ് പീനട്ട് ഷേക്ക്. നല്ല തിക്ക് ആൻഡ് നല്ല റിച്ച് ആയിട്ടുള്ളൊരു ഷേക്കായിരുന്നു. പക്ഷേ ഒരു ആവറേജ് ടേസ്റ്റേ പറയാനുള്ളൂ, കാരണം ഇവർക്കൊന്നും അത്ര ഇഷ്ടമായില്ല. എനിക്ക് പിന്നെ ആ ടേസ്റ്റ് കുറച്ചും കൂടി ഇഷ്ടം. ഞങ്ങൾ മാംഗോ സ്റ്റിക്കി റൈസ് കിട്ടാത്തതുകൊണ്ട് കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആണ്. അതുകൊണ്ട് നമ്മൾ അധികം സാധനം ഓർഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവർ ഇരിക്കുന്ന ഈ സ്വിങ് സെറ്റ്സ് ഉണ്ടല്ലോ, ഇതാണ് ഇവിടുത്തെ സീറ്റിംഗ്. ഇവിടെ കുറച്ച് ടേബിൾസിനെല്ലാം അവർ സീറ്റിംഗ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. സോ ഐ തിങ്ക് ഇറ്റ്സ് എ റിയലി ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റ്. ഇവിടെ വരുന്ന ഗസ്റ്റിനെല്ലാം എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഐ തിങ്ക് ദാറ്റ്സ് എ റിയലി ഗുഡ് തിങ്. എനിക്ക് ആ ഒരു ഡിസൈൻ, ആ ഒരു ഐഡിയ എനിക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പുതിയ മാർക്കറ്റിൽ ചെക്കന്മാരെ കുറവ് മാത്രമേ ഉള്ളൂ. കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്ത് നമ്മൾ ഷാനിയുടെ ഡീറ്റെയിൽസും പ്രൊഫൈലിലേക്കുള്ള ലിങ്കും നന്ദി. അടകരാണ്, നല്ല നല്ല എഞ്ചിനീയറിംഗ് ജോബൊക്കെ ഉണ്ട്, സുന്ദരിയാണ്, സുമുഖയാണ്. അങ്ങനെ നോക്കിയിരുന്ന് ഞങ്ങൾ അടുത്ത ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു സ്റ്റീക്ക് സാൻഡ്വിച്ച് വന്നിട്ടുണ്ട്. ഫ്രൈസൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അതേപോലെ ആ സ്റ്റീക്ക് സാൻഡ്വിച്ച് ആണെങ്കിലും ഇറ്റ് വാസ് റിയലി യമ്മി. ലൈക്ക് ആ സോസസിൻ്റെ എല്ലാം ടേസ്റ്റ് അതൊക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ ആകെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഡിഷ് ഇതായിരുന്നു. ഞാൻ വരുന്നതിൻ്റെ മുന്നേ അവർ ആക്ച്വലി കഴിച്ചായിരുന്നു. അപ്പോൾ പിന്നെ ഇതിൽ ഞങ്ങൾ ഒതുക്കി. എനിക്ക് പിന്നെ അവിടുത്തെ ഇൻറ്റീരിയറും അവർ യൂസ് ചെയ്ത കളേഴ്സും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വിൻറ്റേജ് ടച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തിരിക്കുന്ന ആ ഫിറ്റിങ്സും
എനിക്കെന്തോ ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. കാലിക്കറ്റ് ഒരുപാട് കഫേസിൽ ഞാൻ പോയിട്ടുണ്ടെങ്കിലും ഈ ഇൻറ്റീരിയറിനും അതേപോലത്തെ ഈ ടൈനി ആയിട്ടുള്ള എലമെൻസിനൊക്കെ ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളൊരു സ്പേസ് ഞാൻ ശരിക്കും കണ്ടിട്ടില്ല. അവർ ശരിക്കും ഡീറ്റെയിലിംഗ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് എഫേർട്ട് ഇട്ടതുകൊണ്ടാണ് നമുക്ക് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഈ കഫേൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി, എല്ലാവരും കൂടി നിന്ന് കുറേ നേരം സംസാരിച്ചു, ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഒരു ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ലാമി ഒരു ഡിസൈനറാണ്. സോ ദിസ് ഇസ് ദ ടീഷർട്ട് ദാറ്റ് ഷീ ഡിസൈൻ ബൈ ഹെർ സെൽഫ്. അപ്പോൾ ഇതിനെന്തോ ഒരു ഗ്ലോയിങ് എന്തോ സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വി വർ ട്രൈയിങ് ടു ഗെറ്റ് ഇറ്റ് ഓൺ ദി ക്യാമറ. അപ്പോൾ അത് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് നേരം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ലേഡി ലോഫിലേന്ന് പോവാണ്. ബിക്കോസ് നമ്മൾ വിചാരിച്ച അത്ര ഇവിടെ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത്. അതെ, കുറേ ഡെസ്റ്റിനേഷൻ ഉള്ളതുകൊണ്ട് പോകുന്നറിയില്ല, പോവുകയാണെങ്കിൽ വ്ളോഗിൽ കാണുന്നതായിരിക്കും. അപ്പോൾ നമ്മളെന്തായാലും ഇവിടുന്ന് ഇറങ്ങുകയാണ്. എങ്ങോട്ടേക്ക് പോകുന്നത് നമുക്ക് ഉറപ്പിച്ചിട്ടില്ല, പക്ഷേ മിക്കവാറും എങ്ങോട്ടെങ്കിലും പോകും. ബിക്കോസ് ഇവിടെ അധികം ടൈം സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. സോ യാ, ഗൈസ് ആക്ച്വലി അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള അനാമിക ഉദയൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വളർത്തുക. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അനാമിക ഉദയനോടുള്ള സ്നേഹം കാരണമല്ല. അതെ, ഞാനാണ് എൻ്റെ ഗ്രൂപ്പിലൊരു ബ്ലോഗർ ഫ്രണ്ട്. അപ്പം ഇവളൊന്ന് ഫേമസ് ആയിട്ട് ആളാണ് ഞാൻ. അപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് എനിക്ക് ആക്ച്വലി യൂട്യൂബ് ചാനൽ തുടങ്ങാനുണ്ട്. അപ്പം എല്ലാവരും അനാമിക രക്ഷപ്പെടുത്തും. പിന്നെ വേണമെങ്കിൽ മാത്രം നമ്മൾ രക്ഷപ്പെടുത്തും. ഞങ്ങളുടെ ഡിസൈനർ ഫ്രണ്ടാണ് ലാമിയ. ഇതാണ് നമ്മുടെ ഷഹാന. ഹലോ ഗൈസ്. കെട്ടാൻ പോണ കുട്ടി. പിന്നെ ഇനി വേറൊരു ഫ്രണ്ട് കൂടി. അതെ, അവളെ നമ്മൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. വളരെ ബിസിയാണ് ഗൈസ്. അതുകൊണ്ട് നമ്മൾ പ്രാരാബ്ദങ്ങളിലൂടെ കടന്നു പോകുന്നൊരു കുട്ടിയാണ് നമ്മുടെ കൂട്ടത്തിൽ. നമുക്ക് മറ്റൊരു പ്രാരാബ്ദം തോന്നില്ലേ? അനദർ വ്ളോഗ് അനദർ ഡേ നമ്മൾ ശ്രീലക്ഷ്മിനെ കാണിക്കുന്നതായിരിക്കും. പക്ഷേ ഈ വ്ളോഗ് ഇവിടെ അപ്പൊ ചിലപ്പോൾ ഷഹാന ഷെറിൻ ഉണ്ടാവില്ല. 5 പേര് ഒത്തു കിട്ടുന്നത് വളരെ യാദർശികമാണ്. അപ്പോൾ ഗൈസ് അത്രയൊക്കെ ഉള്ളൂ. നമ്മളെന്തായാലും ഇനി അടുത്തൊരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ നിങ്ങളെ കാണിക്കാം, അല്ലെങ്കിൽ ഞാൻ ക്ലോസിങ് പിന്നെ എങ്ങാനും എടുത്ത് ആഡ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ബൈ. ഓക്കെ, സോ നമ്മളിപ്പോൾ തൽക്കാലം പാനിപ്പൂരി കഴിക്കാൻ വേണ്ടിയിട്ട് മടക്കയിൽ പോവാണ്. ലേഡി ലോഫെല്ലാം കഴിച്ചിട്ട് വരും. കുറേ പൈസ പൊട്ടി. ഇനി മട്ടീന്ന് കാണാം. ബൈ ഗൈസ്. ബൈ ഗൈസ്. നമുക്ക് വഴി അറിയില്ല, എങ്ങനെയാ പോകേണ്ടതെന്ന് അറിയോ? സോ നമ്മളിപ്പോൾ മടക്കയിൽ വന്നിട്ടുള്ളത്. ഭയങ്കര ക്രൗഡഡ് ഉണ്ട്. ഐ ഡോണ്ട് നോ ഇഫ് യു ക്യാൻ ഹിയർ മീ. ഞാൻ എനിക്ക് ഇവിടുത്തെ ഇൻറ്റീരിയർ കാണിച്ചു തരാം. സെപ്പറേറ്റ്ലി പ്ലീസ്. 2 സിസ്റ്റേഴ്സ് ഒരുമിച്ച് നമ്മുടെ കോവിഡ് ടൈമിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു കഫേയാണ് മഡ്ക. കൂടുതലും നോർത്ത് ഇന്ത്യൻ ഡിഷസും അതേപോലെ ചാറ്റ്സും മോമോസും ഒക്കെയാണ് ഇവരുടെ മെനുവിലുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അതേപോലെ ഞങ്ങൾ എവിടെ പോയാലും മൂഞ്ഞാലാണ് ഗൈസ്. ഇവിടെ ഉണ്ടായിരുന്നൊരു നല്ല സ്വിങ് സെറ്റ്. അപ്പം കുറച്ച് നോർത്ത് ഇന്ത്യൻ എലമെൻസും അതേപോലെ വാളി പെയിൻറ്റിങ്, കളർഫുൾ ഗ്ലാസസ്, അങ്ങനത്തെ എലമെൻറ്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ഇൻറ്റീരിയർ സ്പേസാണ് ഇവർ ചെയ്തിട്ടുള്ളത്. നമുക്ക് ആ ഒരു നോർത്ത് ഇന്ത്യൻ എക്സ്പീരിയൻസ് കുറച്ചൊക്കെ കിട്ടുന്ന രീതിയിൽ ആണ് ഈ ഒരു സ്പേസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ്, ആ ഒതൻറ്റിസിറ്റി അത്ര ചോർന്ന് പോവാത്ത രീതിയിൽ അഫോർഡബിൾ പ്രൈസസിൽ കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡ് കയറി നിൽക്കുന്ന ഒരു കഫേയാണ് ഇപ്പം മഡ്ക. ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങളിരുന്ന ടേബിൾ മാത്രമേ ഇവിടെ വേക്കൻ്റ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ ടേബിളും ഫുള്ളായിരുന്നു. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. നല്ല ക്രൗഡഡ് ആയിട്ട് ഒരു ധാബയിലൊക്കെ പോയിരുന്ന് ഫുഡ് കഴിക്കുന്ന ഒരു ഫീലായിരുന്നു അവിടെ വന്ന് കഴിക്കുമ്പോൾ. അങ്ങനെ ഞങ്ങൾ ആദ്യം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് സേവ് പൂരി ആയിരുന്നു. അപ്പോൾ സേവ് പൂരിയിൽ 6 പീസസാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫില്ലിങ്ങും ആലു ഫില്ലിങ്ങും പിന്നെ നല്ല ക്രഞ്ചി ആയിട്ടുള്ള പൂരിയിലൊക്കെ ആയിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സോസസും ചട്നിയൊക്കെ നല്ല ഫ്ലേവർഫുള്ളായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടുത്തതായിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് 2 പ്ലേറ്റ് പാനിപൂരി ആയിരുന്നു. അപ്പം അത് 2 ടൈപ്പ് പാനിയായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഒന്ന് സ്വീറ്റ് ആൻഡ് ദി അതർ വൺ വാസ് സ്പൈസി.
സോ പാനിപ്പൂരി ആയിട്ടുള്ള ഞങ്ങളുടെ ആത്മബന്ധം കണക്കിലെടുത്ത് വി വർ വെരി എക്സൈറ്റഡ്. അത്യാവശ്യം ഞാനും കുറേ കാലമായിട്ടുണ്ടായിരുന്നു പാനിപ്പൂരി കഴിച്ചിട്ട്. അങ്ങനെ ഞാനൊരു പൂരി എടുത്ത് അതിനകത്ത് സ്പൈസി ആയിട്ടുള്ള പാനിയും അതേപോലെ അതിന് കൂടെ തന്നെ ആ സ്വീറ്റ് ആയിട്ടുള്ള പാനിയും മിക്സ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കി. ഒരു ആവറേജ് ലെവലിൽ പറയാൻ പറ്റുന്നൊരു പാനിപ്പൂരി ആയിരുന്നു അവരുടേത്. എനിക്ക് അവരുടെ ആ ഒരു സ്പൈസി ആയിട്ടുള്ള പാനി അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അവരുടെ സ്വീറ്റ് പാനി വാസ് ടാങ്കി, നല്ല സ്വീറ്റായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പാനിപൂരി നമ്മളുമായിട്ട് ഒരു ആത്മബന്ധം. നമ്മൾ പണ്ട് 9th സ്റ്റാൻഡേർഡിൽ ട്യൂഷൻ പഠിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിട്ട് പാനിപ്പൂരി കഴിക്കാൻ പോയിരുന്നു. പുതിയ സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള മാർക്കസ് കോംപ്ലക്സിൻ്റെ ഓപ്പോസിറ്റുള്ള അതിലൂടെയാണ് നമ്മൾ ട്യൂഷനിലേക്ക്, അവിടെ ബസ് ഇറങ്ങി നമ്മൾ ട്യൂഷനിലേക്ക് നടന്നു പോകുമ്പോൾ വെരി ഫ്രീക്വൻ്റ്ലി യൂസ്ഡ്. നമ്മൾ ഇതുവരെ കഴിച്ചത്, ഞാൻ ഇതുവരെ കഴിച്ച ഏറ്റവും ബെസ്റ്റ് പാനിപ്പൂരി അവിടുത്തെ ഇപ്പോഴും ഉള്ളത്. സെയിം ബയ അല്ല, സെയിം അല്ല, ഡിഫറെൻറ്റ് ബയ, സെയിം അങ്ങനെ ഞങ്ങൾ അവരുടെ പാനിപ്പൂരിയും സേവ് പൂരിയും ഒക്കെ ട്രൈ ചെയ്ത് ബില്ലെല്ലാം കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങുമായിരുന്നു. അപ്പോൾ ഇതാണ് അവിടുത്തെ സീറ്റിംഗ് സ്പേസ്. അപ്പോഴും തിരക്കൊന്നും ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പുറത്തും ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോഴും. അങ്ങനെ ഞങ്ങൾ ഏതായാലും അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു ഈവനിങ്ങിന് ശേഷം ഞങ്ങളെല്ലാവരും തിരിച്ച് വീടുകളിലേക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും ചുറ്റുവട്ടത്ത് തന്നെ ഉള്ളവരാണെങ്കിലും ഇങ്ങനെ ഒരു ഡേറ്റിൽ എല്ലാവരും അവൈലബിളായി ഇങ്ങനെ ഒരു മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല പാടാണ്. ഇതാ ഇപ്പം തന്നെ ഒരാളില്ല. നമ്മൾ മടക്കിൽ നിന്ന് ഇറങ്ങി. അപ്പം സോ ആക്ച്വലി നമുക്ക് ലക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഷാനി പോകുന്നതിന് മുന്നേ ഒരു ദിവസം കൂടി കാണും ഗൈസ്. അന്ന് ശ്രീയും ഉണ്ടാവും. പ്രതീക്ഷിക്കും നിങ്ങൾ. എനിവേസ്, അപ്പോൾ ഞാനും ഇറങ്ങാൻ പോവാണ്, എല്ലാവരും പോവാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. അല്ല, നിങ്ങൾക്ക് ഒരു പാനിപ്പൂരി ഓർഡർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കഴിക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഓക്കെ, അപ്പം ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഓൾസോ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ ഗൈസ്. എൻ്റെ ചാനലും ചാനലില്ല ഗൈസ്. ഓക്കെ, ബൈ ബൈ.